യുവതിയെ 6 പേര് ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. 6ാമത്തെ പ്രതിയായിട്ടാണ് നിവിൻ പോളിയിൽ കുറ്റം ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പീഡന കേസുകളെല്ലാം കണ്ട് കണ്ട് മടുക്കുവാണ്. ഇതിൽ ഏതാ ശരി ഏതാ തെറ്റാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ യുവ നടനായ നിവിൻ പോളിയും പെട്ടിരിക്കുവാണ്. ഇനി എത്ര പേര് പിറകുന്ന് വരാനുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നിവിൻ പോളിക്ക് എന്താണ് സംഭവം? പ്രിയ സുഹൃത്തുക്കളെ, നവംബർ 2023 ആദ്യ ആഴ്ചയാണ് ഈ പീഡനം നടന്നിരിക്കുന്നതായിട്ടാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് ചെല്ലാൻ പറയുകയും അവിടത്തെ ഹോട്ടലിൽ വെച്ച് നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള 6 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. നിർമ്മാതാവിന്റെ പേര് AK സുനിൽ എന്നാണ്. അത് മാത്രമല്ല, ഇതിലും മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇത് മറ്റുള്ള കേസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്ന് പറയുന്നത് മറ്റുള്ള കേസുകളെല്ലാം ആരോപണങ്ങളാണ്. ഹേമ കമ്മിറ്റിയിലുള്ളത് എല്ലാം തെളിഞ്ഞിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ കുട്ടി ഒരു 2 മാസം മുമ്പാണ് കംപ്ലൈന്റ് കൊടുത്തത് പോലീസ് സ്റ്റേഷനില്. അപ്പോൾ അവർ പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് എറണാകുളത്തുള്ള മൂവാറ്റുപടിക്ക് സമീപമുള്ള ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ബലാത്സംഗ കുറ്റം ചേർത്താണ് പ്രിയ സുഹൃത്തുക്കളെ ഇത് കേസ് എടുത്തിരിക്കുന്നത്. അതായത് 376 വകുപ്പ് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിൽ 354 വകുപ്പ് പ്രകാരവും കേസ് എടുത്തിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല സ്ത്രീകൾക്കും ധൈര്യമായി വന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല പ്രിയ സുഹൃത്തുക്കളെ. കാരണം എന്ന് പറയുന്നത് ആരോപണം ആർക്കും ഉന്നയിക്കാം, അല്ലെ? ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് അവര് പ്രാഥമികമായി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം വളരെ വിഷമകരമാണ്. ഇപ്പോൾ നമ്മളുടെ എത്ര നടന്മാരാണ്, അല്ലെ, ഇതിൽ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഒരു രീതിയിലുള്ള നിയമ നടപടികളും നമ്മുടെ സർക്കാർ എടുക്കുന്നില്ല. അപ്പോൾ അവർ എന്താണ് അവരുടെ ഉദ്ദേശം? അതായത് ഇതിലെ പ്രതി ചേർക്കപ്പെട്ട ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രമേ ഈ റിപ്പോർട്ട് ഉപകരിക്കത്തുള്ളൂ. കാരണം ഇതിലെ ആളുകളുടെ ഒന്നും പേരുകൾ പുറത്ത് വിട്ടിട്ടില്ല, അല്ലെ? അപ്പോൾ എന്ത് മറയ്ക്കാനാണ് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്? അതായത് 4.5 വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് ഇപ്പോൾ ആരുടെ പ്രേരണയാലാണ് പുറത്തോട്ട് വന്നത്? നമുക്ക് ആർക്കും അറിയില്ല. എന്തിനെ മറച്ചു വെക്കാൻ? ഒന്നീ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കാര്യം ചർച്ചയിൽ നിന്ന സമയത്തും വയനാടിൽ ഉരുൾപൊട്ടി ഇത്ര പേര് മരണമടഞ്ഞു, അല്ലെ? അതൊക്കെ മറയ്ക്കാൻ വേണ്ടി സർക്കാരിന്റെ തന്നെ ഒരു ഗൂഢ ആലോചനയാണ് ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ. അതുമാത്രമല്ല, അടുത്ത ഒരു നടനും കൂടെ ഇതിൽ പെട്ടിരിക്കുവാണ്, അലൻസിയർ. പ്രിയ സുഹൃത്തുക്കളെ, അലൻസിയർ ബാംഗ്ലൂരിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഒരു ആരോപണമാണ്. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഈ ഒരു നിവിൻ പോളിയുടെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തിയിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തത്. ബാക്കിയുള്ള ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പിന്നെ വന്ന് ഓരോരുത്തർ പറഞ്ഞതെല്ലാം ആരോപണത്തിന്റെ പേരിൽ അവരുടെ എല്ലാം പേരുകൾ പുറത്തു പറഞ്ഞ് അവരെ എല്ലാം നാണം കെടുത്തി, അല്ലേ? അതായത് അമ്മ എന്നുള്ള സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഗൂഢ ആലോചന അല്ലെങ്കിൽ നിഗൂഢമായ ഒരു പ്രവർത്തനം എവിടെയോ നടക്കുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ. അതായത് നമ്മുടെ മമ്മൂക്കേനെയും ലാലേട്ടനെയൊക്കെ ഒരു സൈഡിലാക്കിയിട്ട് കുറെ ചെറുപ്പക്കാർ ചേർന്ന് മലമറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. ഈ മലമറി നമുക്കിനി വരും നാളുകളിൽ കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആളുകളുടെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം വേറെ കുറെ ആൾക്കാരാണ് ആരോപണങ്ങളുമായി വന്നത്. അവരുടെയൊക്കെ പേര് പുറത്തു വിടുന്നതിന് മുമ്പ് പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തി അതിൽ സത്യസന്ധമായി എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞിട്ട് ഇവർക്ക് ഇത് പുറത്തു വിട്ടാൽ പോരായിരുന്നോ? ഇതിലെ പ്രതികളെന്ന് പറയപ്പെടുന്ന ആൾക്കാരുടെ എന്തൊരു മാനസിക സമ്മർദ്ദത്തിൽ കൂടെയായിരിക്കും ഇവരൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഈ ലോകത്ത് നല്ലവരായ പുരുഷന്മാരാരുമില്ലേ? എല്ലാവരും പീഡിപ്പിക്കുന്ന ആൾക്കാരാണോ എന്ന് നമ്മൾ സാധാരണക്കാര് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ നീചമായ ഒരു കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തന്നെ അറിയാം, പല സംഘടനയുടെയും ഇരട്ടത്താപ്പുകൾ. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഇത് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇത് ധൈര്യമായിട്ട് ഇതിൽ പെട്ടിരിക്കുന്ന നടന്മാരെല്ലാം മുന്നോട്ട് വന്ന് അവര് നിയമ നടപടികളിൽ കൂടി കടന്നുപോയി അവരുടെ സത്യസന്ധത തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുടുക്കിക്കളയും നമ്മുടെ സഹോദരങ്ങളെ. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇപ്പോൾ WCCന്റെ വാ അടഞ്ഞിരിക്കുവാണ്. WCCക്ക് ഒന്നും പറയാനില്ല. രേവതിക്കാണ് നമ്മുടെ രഞ്ജിത്ത് ആ നഗ്ന ഫോട്ടോ പുരുഷന്റേത് അയച്ചു കൊടുത്തത്. എന്നിട്ട് അതിനെപ്പറ്റി നമ്മുടെ WCC അംഗങ്ങൾക്ക് ഒന്നും പറയാനില്ല. എന്തിന് നമ്മുടെ നടി റീമ കല്ലിങ്കലും ആഷികവും ഡ്രഗ്സിന്റെ വലിയ ആളുകളാണെന്ന് പറയുന്നു. അതിനെക്കുറിച്ചും WCCക്ക് ഒന്നും പറയാനില്ല. കാരണം ഇതും ഒരു ആരോപണമാണ്. തെളിവുകളില്ലാത്ത ആരോപണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾക്കാണ് അമ്മയിലെ മെമ്പേഴ്സിനെ WCC തേച്ചൊട്ടിച്ചു വെച്ചത് അല്ലേ? അപ്പോൾ ഇത് എന്ത് ഇരട്ടത്താപ്പ് നയമാണ് നമ്മുടെ WCC മെമ്പേഴ്സ്? വളരെ നാണക്കേടാണ്. സെലക്റ്റീവായിട്ട് തന്റെ മെമ്പേഴ്സിനെ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇതൊരു സംഘടനയാണോ? ഇത് പിരിച്ചുവിടണം. ഇവരുടെ ഒരേ ഒരു അജണ്ട അമ്മ എന്ന് പറയുന്ന സംഘടനയെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇവര് പറയുന്നതനുസരിച്ച് തുള്ളാൻ നിൽക്കണം. ഈ പെണ്ണുങ്ങൾ പറയുന്നതനുസരിച്ച്. പ്രിയ സുഹൃത്തുക്കളെ, ഇതിലെ മെമ്പേഴ്സ് തന്നെയാണ് പല നടിമാരെയും അവരുടെ കാരവാനിലൊന്നും മുള്ളാൻ പോലും സമ്മതിക്കാതിരുന്നത്. എന്നിട്ടാണ് വന്നിരുന്ന് അങ്ങോട്ട് വായിട്ട് അടിക്കുന്നത് ഇവരൊക്കെ. അപ്പോൾ ആദ്യം WCCയിലെ മെമ്പേഴ്സ് നന്നാവട്ടെ. അവരുടെ ചിന്ത എന്താണെന്നറിയാമോ? അവർ ഈ ലോകത്ത് തെറ്റുകളൊന്നും ചെയ്യത്തില്ലെന്ന്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ WCC മെമ്പേഴ്സ് ഇറങ്ങി വന്ന് ആർക്കെങ്കിലും വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്? അന്ന് ആ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് മാത്രമേ ഇവരൊന്ന് ഇറങ്ങി. പിന്നെ ഇവരങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ദുഃഖത്തിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ? ഇവരെന്ത് സംഘടനയാണ്? നാണക്കേട് പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ നിവിൻ പോളി ആയിരുന്നാലും അലൻസിയർ ആയിരുന്നാലും സിദ്ദിഖ്, മുകേഷ്, നമ്മുടെ ജയസൂര്യ, ഇനി വേറെ വല്ലവരെയും വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ നിയമത്തിന്റെ നടപടിയിൽ കൂടി പോയവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്നാണ് നമ്മൾ സാധാരണക്കാരുടെ ഒരു റിക്വസ്റ്റ്. സുഹൃത്തുക്കളെ, നിവിൻ പോളി ഈ ഒരു ആരോപണം ഉടൻ തന്നെ നിഷേധിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഒരു പ്രസ് മീറ്റിന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അത് കണ്ടിട്ട് എന്താണെന്ന് തീരുമാനിക്കാം. കാരണം ഇതിൽ എവിടെയോ ഒരു കള്ളത്തരങ്ങൾ ഉള്ളതായിട്ടും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്ത് കമന്റ് നിങ്ങൾ ചെയ്യണം. അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷെയർ ചെയ്യണം. എന്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടിൽ ദെൻ ബൈ ഗൈസ്.